ഹായ് ആർമി, ഞാൻ സെനോബീറ്റീസിൻ്റെ ഇന്ദുവാണ്. എൻ്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ആർമി, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ആർമി, സൗത്ത് കൊറിയൻ സാംസ്കാരിക കായിക ടൂറിസം മന്ത്രാലയം ഒരു ഗ്ലോബൽ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു, ലോകമെമ്പാടുമുള്ള ജനപ്രിയമായിട്ടുള്ള K-pop ആർട്ടിസ്റ്റുകളെ കണ്ടുപിടിക്കാനായിട്ട്. ഇത് കണ്ടപ്പോഴാണ് ഒരു BTS ആർമി എന്ന നിലയ്ക്ക് ഞാൻ ഒന്നുകൂടെ ഞെട്ടിയത്. BTSൻ്റെ പല കൊറിയോഗ്രാഫി കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഞാൻ ഞെട്ടിയിട്ടില്ല. BTS ആർമിയുടെ ശതമാനവും BTSൻ്റെ സ്ഥാനവും ഒക്കെ അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആർമി, ഈ ഒരു സർവേയുടെ പേരെന്ന് പറഞ്ഞാൽ ഹാല്യൂ സർവേ എന്നാണ്. ഈ ഒരു സർവേ നടത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള K-pop ഫാൻസിൻ്റെ എണ്ണം, K-pop ഫാൻസിൽ അതിൽ എത്ര ശതമാനം BTS ഉണ്ട്, എത്ര ശതമാനം ബ്ലാക്ക് ഉണ്ട്, K-pop ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കൊറിയൻ ഗവൺമെൻറ് ഇങ്ങനൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആഗോള തലത്തിൽ വെച്ച് നോക്കിയാൽ ഏകദേശം 15-നും 59-നും ഇടയിൽ പ്രായമുള്ള 26 രാജ്യങ്ങളിൽ നിന്നുള്ള സിറ്റിസൺസ് ആയിരുന്നു ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും പേരാണ് K-popലേക്ക് അഡിക്റ്റഡ് ആയിട്ട് വരുന്നവർ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഗ്ലോബലി നോക്കിയാൽ ഒന്നാം സ്ഥാനത്തുള്ള എൻ്റർടൈൻമെൻറ്റ് കമ്പനി നമ്മുടെ ബിഗ് ഹിറ്റ് തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് YG എൻ്റർടൈൻമെൻറ്റും. ഹാല്യൂ സർവേയുടെ ആഘാതം ഡിസ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് നടത്തിയ ഒരു ഔദ്യോഗിക സർവേ ആയിരുന്നു ഇത്. ഇതിൽ ചൈന, ജപ്പാൻ, തായ്വാൻ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം, ഇന്ത്യ, കസാക്കിസ്ഥാൻ, ഫിലിപ്പൈൻസ് ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങൾ 10 എണ്ണവും, ഓസ്ട്രേലിയയും അതുപോലെ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള കാനഡ, മെക്സിക്കോ, ബ്രസീൽ, അർജന്റീന എന്നീ രാജ്യങ്ങളും, യൂറോപ്പിൽ നിന്നും 7 രാജ്യങ്ങളും ആഫ്രിക്കയിൽ നിന്നും 2 രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൺട്രി ബേസിൽ നമുക്ക് നോക്കാം. ആദ്യം ജപ്പാൻ തന്നെ എടുക്കാം. ജപ്പാനിൽ ഒന്നാം സ്ഥാനം BTSന് തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് ട്വൈസും ബ്ലാക്ക് പിങ്ക് 6ാം സ്ഥാനത്തുമാണ്. അടുത്തത് തായ്വാൻ ആണ്. തായ്വാനിൽ ഒന്നാം സ്ഥാനവും BTS തന്നെ കൈവരിച്ചിട്ടുണ്ട്, ബ്ലാക്ക് പിങ്ക് 2ാം സ്ഥാനത്തും. തായ്ലൻഡിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ബ്ലാക്ക് പിങ്ക് 1ാം സ്ഥാനത്തും BTS 2ാം സ്ഥാനത്തും, ബ്ലാക്ക് പിങ്ക് റാപ്പർ ആയിട്ടുള്ള ലിസ 3ാം സ്ഥാനത്തുമാണ്. ഇന്ത്യയുടെ കണക്കെടുത്ത് നോക്കിയാൽ BTS തന്നെയാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനം വേറെ ആർക്കിനും വിട്ടുകൊടുക്കുമോ? BTSൻ്റെ മാഗ്നി ആയിട്ടുള്ള ജിയോൺ ജങ്കുക്ക് തന്നെയാണ് 2ാം സ്ഥാനത്തും. കൺഗ്രാറ്റുലേഷൻസ് ആർമി ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് BTS. താങ്ക് യു സോ മച്ച് ആൻഡ് സറാങ്ങിയോ. ബ്ലാക്ക് പിങ്കിൻ്റെ സ്ഥാനം ഇന്ത്യയിൽ 3ാം സ്ഥാനമാണ് കേട്ടോ. വിയറ്റ്നാമിൻ്റെ നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് ബ്ലാക്ക് പിങ്കും, 2ാം സ്ഥാനത്ത് BTSും, 3ാം സ്ഥാനത്ത് ബിഗ് ബാങ്ങും, ജങ്കുക്കിൻ്റെ സ്ഥാനം 6ആണ് കേട്ടോ. അടുത്തത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ BTSന് 1ാം സ്ഥാനവും, ബ്ലാക്ക് പിങ്കിന് 2ാം സ്ഥാനവും, സൈ ഒപ്പ ഗണ്ണം സ്റ്റൈൽ സൈ ഒപ്പയ്ക്ക് 3ാം സ്ഥാനവും, നമ്മുടെ ജങ്കുക്കിന് 4ാം സ്ഥാനവുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അഥവാ USAയുടെ കണക്കെടുത്ത് നോക്കിയാൽ BTS തന്നെയാണ് 1ാം സ്ഥാനം. വിട്ടുകൊടുക്കുക മക്കളെ, BTS ആണ് 1ാം സ്ഥാനം, ബ്ലാക്ക് പിങ്ക് 2ാം സ്ഥാനത്തും, സൈ ഒപ്പ 3ാം സ്ഥാനത്തും, നമ്മുടെ ജങ്കുക്ക് 4ാം സ്ഥാനത്തും. കാനഡയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ BTS തന്നെയാണ് 1ാം സ്ഥാനത്ത് കിടക്കുന്നത്, ബ്ലാക്ക് പിങ്ക് 2ാം സ്ഥാനത്തും, നമ്മുടെ ജങ്കുക്ക് 8ാം സ്ഥാനത്തും. അടുത്തത് മെക്സിക്കോ ആണ്. മെക്സിക്കോയുടെ കണക്കെന്ന് പറയുമ്പോൾ ഇത്തിരി ഡിഫറൻ്റ് ആണ്. 1ാം സ്ഥാനത്ത് ബ്ലാക്ക് പിങ്കിൻ്റെ ലിസയാണുള്ളത്, 2ാം സ്ഥാനം നമ്മുടെ കിം തയും വീക്കും, 3ാം സ്ഥാനം നമ്മുടെ ജിമിനുമാണ്. അപ്പോൾ നമ്മുടെ വിഷ്വലായ വീക്കുട്ടനും നമ്മുടെ ഹോട്ട് ബോയ് ആയിട്ടുള്ള ജിമിനും 2, 3 സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. BTSനുള്ള സ്ഥാനം മെക്സിക്കോയിൽ 11ാം സ്ഥാനമാണ് കേട്ടോ. നെക്സ്റ്റ് ബ്രസീൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എക്സോ ആണ്. ബ്രസീലിൻ്റെ റിസൾട്ട് ഡിഫറൻ്റ് ആയിട്ടുണ്ട്, ഒരിക്കലും പ്രതീക്ഷയില്ല. പറയുവാണെങ്കിൽ BTS ഒരുപാട് ഫാൻസും അത്യാവശ്യം സ്ട്രോങ് ഫാൻസും അതുപോലെ സ്ട്രോങ് ഹേറ്റേഴ്സും, BTS ഒത്തിരി ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഒത്തിരി ഹരാസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ് ബ്രസീൽ. എന്നാലും ബ്രസീലിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത്, BTSൻ്റെ ആർമി എന്ന് പറയുന്നത് ഒട്ടും പിന്നിലല്ല. BTSന് 3ാം സ്ഥാനം ബ്രസീലുണ്ട്. അടുത്തത് യുണൈറ്റഡ് കിങ്ഡം അഥവാ UK-യിൽ BTS തന്നെയാണ് 1ാം സ്ഥാനത്തുള്ളത്, ബ്ലാക്ക് പിങ്ക് 2ാം സ്ഥാനത്തും, ഗണ്ണം സ്റ്റൈൽ സൈ ഒപ്പ 3ാം സ്ഥാനത്തും, നമ്മുടെ ജങ്കുക്ക് 4ാം സ്ഥാനത്തും. അടുത്തത് ഫ്രാൻസിൻ്റെ കണക്കാണ്. അവിടെയും BTSനെ വിട്ടുകളയില്ല മക്കളെ. 1ാം സ്ഥാനത്ത് BTS തന്നെ, ബ്ലാക്ക് പിങ്ക് 2ാം സ്ഥാനത്തും. അടുത്ത ജർമ്മനി എടുത്ത് നോക്കാം. ജർമ്മനിയിലും 1ാം സ്ഥാനം BTS തന്നെ കൈവരിച്ചിട്ടുണ്ട്, 2ാം സ്ഥാനത്തും ബ്ലാക്ക് പിങ്ക് തന്നെ തുടരുന്നുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് BTS, 2ാം സ്ഥാനത്ത് ബ്ലാക്ക് പിങ്ക്. അപ്പോൾ ഇതാണ് കൺട്രി ബേസിലുള്ള കണക്ക്. ഇനി നമുക്ക് ശതമാനം എങ്ങനെയാണെന്ന് നോക്കാം. ലോക K-pop ആരാധകരുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ 29.1% BTSൻ്റെ ആർമിയാണ്. അതുമാത്രമല്ല, ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 8.1 ബില്യൺ ആണ്. ഇതിൽ 90 മില്യൺ ജനങ്ങളും BTSൻ്റെ ആർമിയാണ്. വെറും ആർമിയല്ല, BTSൻ്റെ മെമ്പർഷിപ്പോട് കൂടിയുള്ള ആർമി. ശതമാന കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ BTS 29.1%, ബ്ലാക്ക് പിങ്ക് 13.1%, സൈ 2.9%, ജങ്കുക്ക് 2.7%, IU 2.1%, ട്വൈസ് 1.9%, ലീസ 1.4%, എക്സോ ആൻഡ് G-Dragon 1.3%, സ്ട്രേ കിഡ്സ് 1.2%. ലോക K-pop ആരാധകരുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ 29.1% BTSൻ്റെ ആർമിയാണ്. അതുമാത്രമല്ല, ലോക ജനസംഖ്യ 8.1 ബില്യൺ ആണ്. ഇതിൽ 90 മില്യൺ ജനങ്ങളും BTSൻ്റെ ആർമിയാണ്. വെറും ആർമിയല്ല, മെമ്പർഷിപ്പുള്ള ആർമി.
മെമ്പർഷിപ്പ് ഉള്ള ആർമി 90 മില്യൺ ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആർമിയുടെ കണക്കൂടി കൂട്ടിയാൽ എത്രത്തോളം ഉണ്ടാവും? BTSന്റെ വ്യൂവും ലൈവിൽ കയറുന്ന ആളുകളുടെ എണ്ണവും BTSന്റെ ചാർട്ടുകളൊക്കെ മുന്നിൽ വരാനും വോട്ടിംഗ് ലിസ്റ്റും എല്ലാം എടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും മെമ്പർഷിപ്പ് ഉള്ള ആർമിയും മെമ്പർഷിപ്പ് ഇല്ലാത്ത ആർമിയും എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ആർമി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പ്രായഭേദമന്യേ, ജാതിഭേദമന്യേ, വർണ്ണഭേദമന്യേ, വർഗഭേദമന്യേ BTSന് മില്യൺസ് ഓഫ് ഫാൻസ് തന്നെ ഈ ലോകത്തുണ്ട്. BTS ഒരിക്കലും പിന്നോട്ട് പോകില്ല. BTS എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഇപ്പോൾ നിലനിൽക്കുന്നതും ആക്റ്റീവായിട്ടുമുള്ള ബോയ് മ്യൂസിക് ബാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് പറയാനുള്ളത് BTS മാത്രമാണ്. അപ്പോൾ ലോട്ട് ഓഫ് ലവ് ഫ്രം സെനോ BTS. അപ്പോൾ ആർമി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സറാങ്ങയോ.